ശരിക്കും ഇതൊരു ഒറ്റപ്പെട്ട വീടാണല്ലോ. കിരണോട് വാടകയ്ക്ക് താമസിക്കുക. ഉടമസ്ഥൻ അമേരിക്കയിലാ. വൺ മിസ്റ്റർ മാത്യു ജോസഫ്. കാറിന്റെ മേലെ അധികം പൊടിയില്ലല്ലോ. മിനിഞ്ഞന്ന് മഴ പെയ്തല്ലോ. നമ്മൾ ആദ്യം നടത്തുന്ന പരിശോധനയാണ് ഏറ്റവും പ്രധാനം. കുന്തം പോയാൽ കുടത്തിലും തിരിയുന്ന സ്വഭാവമായിരിക്കണം ഒരു ഇൻവെസ്റ്റിഗേറ്റർക്ക്. എത്ര നിസ്സാരമായ കാര്യങ്ങൾ കണ്ടാലും അത് നോട്ട് ചെയ്ത് വെക്കണം. നിസ്സാരമായ കാര്യങ്ങളാണ് പലപ്പോഴും നമുക്ക് പ്രയോജനപ്പെടുന്നത്. സാറ് കള്ളനാവാത്തത് നാട്ടുകാരുടെ ഭാഗ്യം. കള്ളനെ പിടിക്കാൻ അതിലും വലിയ കള്ളനാവണമെന്നില്ല. ഒറ്റനോട്ടത്തിൽ അസാധാരണമായൊന്നും തോന്നില്ല അല്ലേ? അങ്ങനെയാണെങ്കിൽ അതിന് ശേഷമായിരിക്കും അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകും. പക്ഷെ അതിനു മുമ്പ് ആ ലാപ്ടോപ്പ് എവിടെയാണെന്ന് അറിയണം. സർ, യാത്ര പോകുന്ന ഒരാൾ ഇത്രയും രൂപ വെറുതെ വീട്ടിൽ വെച്ചിട്ട് പോകും? എങ്കിൽ അയാൾ പണമൊട്ടും ആവശ്യമില്ലാത്തൊരു യാത്രയ്ക്കായിരിക്കും പോയത്. സർ, ആ ലാപ്ടോപ്പ് ഇവിടെ ഒന്നും കാണുന്നില്ല. എന്നാൽ അയാൾ അതും കൊണ്ടുപോയിട്ടുണ്ടാവും സർ. ഉണ്ടാവാം. പക്ഷേ എപ്പോഴും ലാപ്ടോപ്പ് ഉപയോഗിക്കുന്ന ഒരാളുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു സ്റ്റോറേജ് ഡിവൈസ് കാണണ്ടേ? ഡേറ്റ സ്റ്റോർ ചെയ്യാനുള്ള ഒരു സിഡിയോ ഹാർഡ് ഡിസ്കോ പെൻഡ്രൈവോ ഒന്നും കാണുന്നില്ല. അത് സ്ട്രെയിഞ്ച് ആയിട്ട് തോന്നണില്ലേ? ഒരുപക്ഷെ അതും അയാൾ കൊണ്ടുപോയി കാണും. ആവാം. പക്ഷെ അയാൾ തന്നെയാണോ അത് കൊണ്ടുപോയതെന്നാണ് നമുക്കറിയേണ്ടത്. എന്നാലും ഈ വീട്ടിൽ കാണുന്നതൊന്നും അത്ര നല്ല ലക്ഷണമല്ല. ഈ സൗണ്ട് കേട്ടോ. വേറൊരു സ്ഥലത്തും ഈ സൗണ്ട് ഇല്ല. ഇവിടെ മാത്രം ഈ സൗണ്ട് കേൾക്കാൻ എന്താ കാരണം? സൗണ്ട് കേട്ടിട്ട് അവിടെ മാത്രം സോപ്പിട്ട് കഴിക്കുമല്ലോ തോന്നുന്നു. കറക്റ്റ്. എന്തിന് ഇവിടെ മാത്രം കഴുകി വൃത്തിയാക്കണം? അവിടെ രക്തം വീണിട്ടുണ്ടാവും. അതെങ്ങനെ പറയാൻ പറ്റും? അതാണ് പോലീസ് ബുദ്ധി. സംശയകരമായ രീതിയിൽ ഒരു സ്ഥലം കഴുകി വൃത്തിയാക്കിയിരിക്കുന്നത് കണ്ടാൽ അവിടെ വീണത് രക്തമായിരുന്നു എന്ന് വേണം നമ്മൾ ആദ്യം സംശയിക്കാൻ. മാഡം, ഒരു കുറ്റവാളി തെളിവ് നശിപ്പിക്കാൻ നോക്കുമ്പോൾ അയാൾ ആദ്യം ശ്രമിക്കുന്നത് രക്തക്കറ മായ്ക്കാനായിരിക്കും. അതാണ് ക്രിമിനൽ സൈക്കോളജി. രക്തക്കറ മായ്ക്കുന്നത്ര എളുപ്പമല്ല. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിറ്റർജന്റ് ഉപയോഗിക്കേണ്ടി വരും. ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിച്ചിരിക്കുന്നത് മാത്രമല്ല, പോലീസ് നായ്ക്ക് മണം കിട്ടാതിരിക്കാൻ വേണ്ടി കെമിക്കൽസും സ്പ്രേ ചെയ്തിട്ടുണ്ട്. കഴുകി കളഞ്ഞാൽ പിന്നെ രക്തമാണെന്ന് എങ്ങനെ തെളിയിക്കും? അതിനാണ് ലൂമിനോൾ ടെസ്റ്റ്. കഴുകിയ സ്ഥലത്ത് ലൂമിനോൾ സ്പ്രേ ചെയ്യണം. എന്നിട്ടൊരു അൾട്രാവയലറ്റ് ലൈറ്റ് വെച്ച് നോക്കിയാൽ മതി. എത്ര നന്നായി കഴുകിയാലും രക്തം വീണ ഭാഗം തിരിച്ചറിയാൻ പറ്റും. സർ, ഇത്രയും ഭാഗത്ത് രക്തം വീണിട്ടുണ്ട്. ബ്ലഡിന്റെ വോളിയം വെച്ച് നോക്കുമ്പോൾ ഇവിടെ വെച്ച് ആർക്കോ കാര്യമായ പരിക്കേറ്റിട്ടുണ്ട്. ഒരുപക്ഷെ ഒരു മർഡർ തന്നെ നടന്നിട്ടുണ്ടാവും. കമോൺ സർ. ഇതാ നോക്കിയേ. ആ സെറ്റിൽ ഒരു കത്തി മാത്രം ഇല്ലാത്തത് ശ്രദ്ധിച്ചു. ഒരുപക്ഷെ ആ കത്തി ഉപയോഗിച്ചായിരിക്കും കുത്തിയിട്ടുണ്ടാവുക. എന്നിട്ട് തെളിവ് നശിപ്പിക്കാൻ വേണ്ടി അക്രമി ആ കത്തിയും കൊണ്ടുപോയിട്ടുണ്ടാവും. സർ, മുറിവേറ്റത് കാണാതായ കിരണ് തന്നെ അവിടെ നിർബന്ധമില്ലല്ലോ. ഒരുപക്ഷെ അയാൾ മറ്റാരെങ്കിലും ഇവിടെ കൊണ്ടുവന്ന് മുറിവേൽപ്പിച്ചതായിക്കൂടെ? യു ആർ ആബ്സല്യൂട്ട്ലി റൈറ്റ്. ഈ രക്തം കാണാതായ കിരണിന്റെ ആണെന്ന് ഉറപ്പുവരുത്തണമെങ്കിൽ DNA ടെസ്റ്റ് വേണ്ടി വരും. പക്ഷെ ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിച്ച് കഴുകിയതുകൊണ്ട് DNA ടെസ്റ്റ് നടത്താൻ പറ്റുമെന്ന് കണ്ടറിയണം. എനിവേ, വി വിൽ ഗോ ഫോർ ഇറ്റ്. നിങ്ങൾ എല്ലാ തെളിവുകളും കളക്ട് ചെയ്തിട്ട് വന്നാൽ മതി. ആവശ്യമെങ്കിൽ ബാക്കപ്പ് ടീമിനെ വിളിച്ചോളൂ. യെസ് സർ. പിന്നെ ഒരു കാര്യം, സർ. ഇവിടെ ഒരു കൊല നടന്നതായി നമ്മൾ സംശയിക്കുന്നത് പോലും പുറത്ത് ആരും അറിയരുത്. യെസ് സർ. ടോപ്പ് സീക്രട്ട്. സർ. സർ, കമോൺ മീര. സർ, കുറ്റാന്വേഷണത്തിനൊരു മെത്തേഡ് ഉണ്ട്. ആദ്യം തന്നെ നമ്മളിപ്പോൾ ചെയ്തതുപോലെ ക്രൈം നടന്ന സ്ഥലത്തു നിന്നും മാക്സിമം എവിഡൻസ് കളക്ട് ചെയ്യണം. എന്നിട്ട് ആ തെളിവുകളെല്ലാം ഉണ്ടാവുന്ന തരത്തിൽ ഒരു ക്രൈം എങ്ങനെ നടന്നിട്ടുണ്ടാവുമെന്ന് ആലോചിക്കണം. അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു തിയറിയാണ്. നമ്മുടെ തിയറി ശരിയാണെങ്കിൽ പിന്നീട് കിട്ടുന്ന എല്ലാ തെളിവുകളും യോജിച്ചു വരും. മറിച്ചാണെങ്കിലോ അതിനനുസരിച്ച് നമ്മുടെ തിയറിയിൽ ചില മാറ്റങ്ങൾ വരുത്തണം.
ഒടുവിൽ എല്ലാ തെളിവുകളും കൃത്യമായി വിശദീകരിക്കാൻ സാധിക്കുന്ന ഒരു തിയറി ഉരുത്തിരിഞ്ഞു വരും. അതായിരിക്കും നമ്മൾ അന്വേഷിക്കുന്ന സത്യം. ഏത് കേസും തെളിയിക്കാൻ ഈ മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. കിട്ടിയ തെളിവുകൾ വെച്ച് നമുക്കൊരു തിയറി ഉണ്ടാക്കാം. കാണാതായ കിരൺ ആരുടെയോ കടുത്ത ശത്രുത സമ്പാദിച്ചിട്ടുണ്ട്. ആ ശത്രുവോ അയാളെ ഏർപ്പെടുത്തിയ മറ്റൊരാളോ കിരണിനെ കൊല്ലുക എന്ന ഉദ്ദേശത്തോടെ അവിടെ ചെല്ലുന്നു. പൂട്ടുപൊളിച്ചതിന്റെ ലക്ഷണമൊന്നും കാണുന്നില്ല. അപ്പോൾ കിരൺ വാതിൽ തുറന്നു കൊടുത്തു എന്ന് വേണം കരുതാൻ. കൊലയാളി അകത്ത് കിടന്ന് കൊല നടത്തുന്നു, മുറി വൃത്തിയാക്കുന്നു, ബോഡി കടത്തിക്കൊണ്ടുപോകുന്നു. മിക്കവാറും ഇതായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക. ലാപ്ടോപ്പും സ്റ്റോറേജ് ഡിവൈസും ഒഴികെ മറ്റൊന്നും കാണാതായതായി നമുക്കറിയില്ല. അതിനാൽ കൊല നടക്കാൻ ഇടയുള്ള എന്തെങ്കിലും വിവരം ആ ലാപ്ടോപ്പിലുണ്ടാവും. ഇതാണ് എൻ്റെ തിയറി. ഇനി നിങ്ങളെല്ലാവരും ചേർന്ന് ഈ തിയറി ഒന്ന് എക്സ്പാൻഡ് ചെയ്തേ. സാറിന്റെ തിയറിയിൽ ഒരു കറക്ഷൻ വേണമെന്ന് തോന്നുന്നു. അടുക്കളയിൽ ഇരുന്ന കത്തി കൊണ്ടാണ് കുത്തിയതെങ്കിൽ പെട്ടെന്നുണ്ടായ പ്രകോപനത്തിലായിരിക്കും കൊല നടത്തിയത്. കാരണം മുൻകൂട്ടി പ്ലാൻ ചെയ്ത കൊലയായിരുന്നെങ്കിൽ ആയുധം കൊലയാളി തന്നെ കൊണ്ടുവരുമായിരുന്നു. ഗുഡ് പോയിന്റ്. കൊല നടത്തിയ രീതിയെക്കുറിച്ച് പഠിച്ചാൽ കൊല നടത്തിയ ആളെക്കുറിച്ചും മനസ്സിലാക്കാം. ആ രീതിയിലൊന്ന് ആലോചിച്ച് നോക്കി. ഡെഡ് ബോഡിയുമായി സമയം ചെലവഴിക്കാൻ ഒട്ടും ബുദ്ധിമുട്ടില്ലാത്ത ആളാണ് കൊലയാളി. അല്ലെങ്കിൽ ബോഡി അയാൾ തന്നെ കൊണ്ടുപോവില്ല. അത്തരക്കാരെ ഒരു ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ ആദ്യം വരുന്നത് മുൻപ് കൊല നടത്തിയിട്ടുള്ള ഒരു വാടക കൊലയാളിയാണ്. പിന്നെ ഇറച്ചിവെട്ടുകാർ, പോസ്റ്റ്മോർട്ടം നടത്തിയ ശീലമുള്ള ഡോക്ടർമാർ, നഴ്സുമാർ, ഇവരൊക്കെ ആ ലിസ്റ്റിൽ വരും. അയാൾ ഒരു വാടക കൊലയാളിയല്ല. ആയിരുന്നെങ്കിൽ തറ വൃത്തിയാക്കാൻ അയാൾ മെനക്കെടില്ലായിരുന്നു. വേറെയുമുണ്ട് സർ. ആ ഭാഗത്തെങ്ങും കിരണിന്റെ ഉൾപ്പെടെ ഒറ്റ മനുഷ്യന്റെ ഫിംഗർ പ്രിന്റ് കാണാനില്ല. കാരണം എല്ലായിടവും തുടച്ച് വൃത്തിയാക്കിയിരിക്കുവാണ്. അതിന്റെ അർത്ഥം കൊല നടത്തേണ്ടി വന്നത് യാദൃശ്ചികമായിട്ടാണെങ്കിൽ പോലും അതിനുശേഷം തെളിവ് നശിപ്പിച്ചിരിക്കുന്നത് വ്യക്തമായ പ്ലാനിങ്ങോടെയാണ്. അങ്ങനെയാണെങ്കിൽ പോലീസിന്റെ അന്വേഷണ രീതിയെക്കുറിച്ച് അയാൾക്ക് നന്നായിട്ട് അറിയാം. ഒരു കൊലയാളി എന്തിന് ഇത്രയധികം പ്ലാൻ ചെയ്യണം? ഒരു കാരണവശാലും പിടിക്കപ്പെടാതിരിക്കാൻ. അപ്പൊ പിടിക്കപ്പെട്ടാലോ ജയിലിൽ പോയാലോ ഒരുപാട് നഷ്ടപ്പെടാനുള്ള ആളാവണം കൊലയാളി. അങ്ങനെയാണെങ്കിൽ അയാൾ സമൂഹത്തിൽ ഉന്നത സ്ഥാനമുള്ള ആളായിരിക്കണം. അത്രയ്ക്ക് ഉന്നത സ്ഥാനമുള്ള ആൾ എന്തിനു കൊല നടത്തണം? പോലീസിൽ പരാതിപ്പെട്ടാ പോരെ? പോലീസിൽ പരാതിപ്പെട്ടാൽ നാണക്കേടുണ്ടാക്കുന്ന ഒരു കുറ്റമാണ് മരിച്ചയാൾ ചെയ്തതെങ്കിലോ? ഉദാഹരണത്തിന് അയാളുടെ മകളെ ഈ കിരൺ റേപ്പ് ചെയ്തിട്ടുണ്ടാവാം. അതുമല്ലെങ്കിൽ അയാളുടെ ഭാര്യയുടെ കാമുകനായിരിക്കും. അങ്ങനെ എന്തെങ്കിലും. സർ, മരിച്ചയാൾ നല്ല കരുത്തനാണ്. അങ്ങനെ ഒരാളെ കത്തികൊണ്ട് കുത്തി കൊലപ്പെടുത്തണമെങ്കിൽ കൊന്നയാളും നല്ല കരുത്തനാവണം. അല്ലെങ്കിൽ ഒരു മൽപ്പിടുത്തത്തിന് അയാൾ മുതിരില്ല. ഇത്രയും വെച്ച് കൊലയാളിയുടെ ഒരു ക്യാരക്ടർ പ്രൊഫൈൽ ഒന്ന് തയ്യാറാക്കി. ഉയർന്ന ബുദ്ധിയുള്ള ആളാണ് കൊലയാളി. ശവശരീരങ്ങളുമായി ഇടപെടാൻ ഒട്ടും മടിയില്ലാത്ത ആൾ. പോലീസിന്റെ ഫോറൻസിക് രീതിയെക്കുറിച്ച് അറിയാൻ പറ്റിയ വിദ്യാഭ്യാസമോ ജോലിയോ ഉള്ളയാൾ. സമൂഹത്തിൽ ഉന്നത സ്ഥാനമുണ്ട്, ഒപ്പം നല്ല കരുത്തനുമാണ്. പക്ഷെ മുറിയിൽ രക്തം വീണതുകൊണ്ട് മാത്രം കൊല നടന്നു എന്ന് പറയാൻ പറ്റില്ല. അതൊരു സാഹചര്യ തെളിവ് മാത്രമാണ്. ഇനി ഈ കേസ് മുന്നോട്ട് പോകണമെങ്കിൽ അയാൾ കൊല്ലപ്പെട്ടതിന് വ്യക്തമായ തെളിവ് വേണം. യു മീൻ ബോഡി? യെസ്. പക്ഷെ ബോഡി കിട്ടാൻ സാധ്യത കുറവാ. കാരണം തെളിവ് നശിപ്പിക്കാൻ ഇത്രയും ബുദ്ധിമുട്ടി കൊലയാളി ബോഡി നശിപ്പിച്ചിട്ടുണ്ടോ? അതെ, തൽക്കാലം കാത്തിരിക്കാനേ പറ്റൂ. അതുകൊണ്ട് ആ സമയത്ത് കിരണിനെ കുറിച്ച് അറിയാൻ ശ്രമിക്കൂ. ഇതിനെയാണ് വിക്ടിമോളജി എന്ന് പറയുന്നത്.